ജമ്മു കാശ്മീരിലെ മഹബൂബ സർക്കാരിൽ നിന്നും ബിജെപി പിന്മാറിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായി പോലും കൂടിയാലോചിക്കാതെ എന്ന റിപ്പോർട്ടുകൾ. അവഗണനയിൽ രാജ്നാഥ് സിംഗിന് ശക്തമായ എതിർപ്പ്. അതേസമയം ജമ്മു കാശ്മീരിൽ ഗവർണർ ഭരണം ഏർപ്പെടുത്തി. PDP BJP സഖ്യം പിരിഞ്ഞതിനെ തുടർന്നാണ് ജമ്മു കശ്മീരിൽ ഗവർണർ ഭരണം നിലവിൽ വന്നത്. ഗവർണർ ഭരണം ഏർപ്പെടുത്താനുള്ള ശുപാർശയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പിട്ടതോടെയാണ് ഗവർണർ ഭരണത്തിന് അരങ്ങൊരുങ്ങിയത്. PDPയുമായുള്ള ബന്ധത്തിൽ നിന്ന് BJP പിന്മാറിയതോടെ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. തുടർന്ന് ഗവർണർ ഭരണം ഏർപ്പെടുത്തണമെന്ന ശുപാർശ ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരുന്നു. കശ്മീരിലെ PDP BJP സഖ്യത്തിൽ നിന്ന് പിന്മാറുകയാണെന്നും പിന്തുണ പിൻവലിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം BJP നേതൃത്വം പ്രഖ്യാപിച്ചതോടെയാണ് 3 വർഷമായി തുടരുന്ന സഖ്യ സർക്കാരിന് അന്ത്യമായത്. അതേസമയം സർക്കാരിൽ നിന്ന് പുറത്തുപോകാനുള്ള BJPയുടെ തീരുമാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിയാലോചിച്ചിട്ടില്ല. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി അമിത് ഷാ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു തീരുമാനമുണ്ടായത്. ഈയൊരു സാഹചര്യത്തിൽ PDPയുമായി കൈകോർക്കില്ലെന്ന കോൺഗ്രസും സർക്കാർ രൂപവൽക്കരിക്കാനില്ലെന്ന് നാഷണൽ കോൺഫറൻസും വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷത്തെ പ്രധാന കക്ഷികൾ ഈ നിലപാടെടുത്തതോടെയാണ് ഗവർണർ ഭരണത്തിന് വഴിതെളിഞ്ഞത്. നിലവിൽ ഗവർണറായ NN വോറയുടെ കാലാവധി തീരാൻ ആഴ്ചകൾ ബാക്കി നിൽക്കെയാണ് കശ്മീരിൽ ഗവർണർ ഭരണം നിലവിൽ വരുന്നത്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണത്തിന്റെ അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോടതി പരിശോധിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി പിണറായി. കേസന്വേഷണത്തിലോ നിയമോപദേശത്തിലോ സർക്കാർ ഇടപെട്ടിട്ടില്ലെന്നും ആരെയും തല്ലാനും കൊല്ലാനുമുള്ള ഇടമല്ല ലോക്കപ്പെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. എന്നാൽ കേസന്വേഷണം അട്ടിമറിക്കുന്നതായി പ്രതിപക്ഷവും ആരോപിച്ചു. വരാപ്പുഴയിലെ ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണത്തിലെ അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത്. അന്വേഷണ സംഘത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നിയമോപദേശവും തേടിയത്. അന്വേഷണത്തിലോ നിയമോപദേശത്തിലോ സർക്കാർ ഇടപെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി. പോലീസ് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുക. ആ അന്വേഷിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായി നടപടികളിലേക്ക് എത്തുക. അതിലേതെങ്കിലും തരത്തിൽ സർക്കാർ ഇടപെട്ട് നിങ്ങൾ ഇങ്ങനെയല്ല പോകേണ്ടത്, ഇന്നേ വഴിക്ക് പോയിക്കോ എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ നയമല്ല. അങ്ങനെ ഒരു സമീപനം സർക്കാർ ഉദ്ദേശിക്കുന്നേയില്ല. സർ, ഇവിടെ ഈ സമീപനത്തിന് ഫലമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. പോലീസുകാരുടെ ഭാഗത്ത് വീഴ്ചകളുണ്ടോ? അന്വേഷണ കാര്യത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായും അത് നിയമപ്രകാരം പരിശോധിക്കാനുള്ള വേദി കോടതി തന്നെയാണ്. ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് റൂറൽ SP AV ജോർജിനെ പ്രതിയാക്കേണ്ട എന്ന നിയമോപദേശത്തിനെതിരെ അടിയന്തര പ്രമേയമായാണ് വിഷയം പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നത്. എന്നാൽ നിയമോപദേശ വിഷയം അടിയന്തര പ്രമേയമായി പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. തുടർന്നാണ് സബ്മിഷനായി വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തെ അനുവദിച്ചത്. ആളുമാറി ഒരാളെ പിടിക്കുന്നതും കസ്റ്റഡിയിൽ കൊല്ലപ്പെടുന്നതും കേരളത്തിൽ ഇത് ആദ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ CBI അന്വേഷിച്ചാലേ സത്യം പുറത്തുവരുമെന്നും ചെന്നിത്തല പറഞ്ഞു. റൂൾ 50 പ്രതിപക്ഷത്തിൻ്റെ അവകാശമാണ്. ആ അവകാശത്തെ നിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് സബ്മിഷനായി അവതരിപ്പിക്കാനുള്ള അവസരം നൽകിയത്. എന്നാൽ പ്രശ്നത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാണ് സബ്മിഷനായി അവതരിപ്പിക്കാൻ തയ്യാറായത്. മുഖ്യമന്ത്രിയുടെ മറുപടി ഒട്ടും തൃപ്തികരമല്ല. ഈ കേസിൽപ്പെട്ട എല്ലാവർക്കും ജാമ്യം കിട്ടി. SIക്ക് ജാമ്യം കിട്ടി, CIക്ക് ജാമ്യം കിട്ടി, അവിടുത്തെ ടൈഗർ ഫോഴ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും ജാമ്യം കിട്ടി. SP പ്രതി ചേർക്കാൻ തയ്യാറാകുന്നില്ല. ഇതെല്ലാം കേസ് അട്ടിമറിക്കുന്നു എന്നുള്ളതിൻ്റെ യഥാർത്ഥമായ വസ്തുതകളാണ്. നിലവിൽ കേസന്വേഷണം ശരിയായ ദിശയിലാണെന്നും ശ്രീജിത്തിന്റെ കുടുംബം പോലും അന്വേഷണത്തിൽ തൃപ്തരായ സാഹചര്യത്തിൽ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരല്ലെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ADGPയുടെ മകൾ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ ഡ്രൈവർ ഗവാസ്കറിന്റെ മൊഴി സ്ഥിരീകരിച്ച് ദൃക്സാക്ഷി വൈശാഖ്. സംഭവത്തിലെ ഏക ദൃക്സാക്ഷിയാണ് കനകക്കുന്നിലെ ജ്യൂസ് കച്ചവടക്കാരൻ കൂടിയായ വൈശാഖ്. ഔദ്യോഗിക വാഹനത്തിലാണ് ADGPയും മകളും ഭാര്യയും എത്തിയതെന്നും സംഭവം നടന്ന സ്ഥലത്ത് വലിയ ശബ്ദം കേട്ടിരുന്നതായും വൈശാഖ് പീപ്പിൾ TVയോട് പറഞ്ഞു. കനകക്കുന്നിലെ ജ്യൂസ് കച്ചവടക്കാരനായ വൈശാഖാണ് ADGPയുടെ മകൾ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. സംഭവം നടന്ന ദിവസം ADGPയുടെ ഭാര്യയെയും മകളെയും താൻ കണ്ടിരുന്നു. പോലീസ് വാഹനത്തിലാണ് അവർ ഇവിടേക്കെത്തിയത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥ മറ്റൊരു വാഹനത്തിൽ വന്ന് ഇവരോടൊപ്പം ചേർന്നെന്നും വൈശാഖ് പറയുന്നു.
തന്റെ കടയ്ക്ക് അല്പം മാറി സംഭവം നടന്ന സ്ഥലത്ത് വലിയ ശബ്ദം കേട്ടിരുന്നുവെന്നും പോലീസിനോട് താൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും വൈശാഖ് പറഞ്ഞു. രാവിലെ നടക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, മാഡവും മോളും പിന്നെ ഒരു ട്രെയിനിയും കൂടെ ഉണ്ടായിരുന്നു. ട്രെയിനി നടന്നാണ് വന്നത്. അവർ കാറിൽ സാധാരണ വന്നിട്ട് ഇറങ്ങി പോകണുണ്ട്. അത് ചിലപ്പോൾ സ്റ്റാർ വെച്ച വണ്ടിയിൽ വരും. വണ്ടി അവർ കയറിയത് റോഡ് സൈഡിൽ നിന്നാണ്, ഇവിടെ വന്നില്ല വണ്ടി, റോഡിൽ നിന്ന് എന്താണ് കയറിയത്. ഒരു ഹോണടി സൗണ്ട് കേട്ടായിരുന്നു റോഡിൽ. അപ്പോൾ ഞങ്ങൾ വെച്ച് ഈ ട്രാഫിക്കിൻ്റെ തിരക്ക്, സ്കൂൾ ടൈം ആയിട്ട് ട്രാഫിക്കിൻ്റെ തിരക്ക് എന്നാണ് വിചാരിച്ചത്. പിറ്റേ ദിവസം പത്രത്തിലാണ് ഇങ്ങനെ സംഭവം നടന്നു പറഞ്ഞത്. കൊടുത്തായിരുന്നു. ഇത് നമ്മൾ കണ്ടതാണ് പറഞ്ഞത്. ADGPയുടെ മകൾ തന്നെ മർദ്ദിച്ചുവെന്ന ഡ്രൈവർ ഗവാസ്കറിന്റെ പരാതി പോലീസിന് വൈശാഖിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കാവുന്നതാണ്. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള പോലീസിലെ ദാസ്യപ്പണി തിരുത്തപ്പെടേണ്ട ഒന്നാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പോലീസുകാരെ നിയമിക്കുന്നത് PSC ആണെന്നും ഇത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവർ പ്രതികരിച്ചതെന്നും കോടിയേരി പറഞ്ഞു. പോലീസിലേക്കുള്ള നിയമനം തന്നെ പബ്ലിക് സർവീസ് കമ്മീഷനാണ് നടത്തുന്നത്. മുൻകാലത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തിയ കാലത്ത് അന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ നിശ്ചയിക്കുന്നൊരു സ്ഥിതി തന്നെ കേരള പോലീസിലുണ്ടായിരുന്നു. അത് 1980 കേരളത്തിലെ പോലീസ് നിയമനം മുഴുവൻ തന്നെ PSCക്ക് വിട്ടതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ എന്തിനാണ് പോലീസുകാർ ദാസ്യപ്പണി ചെയ്യേണ്ടത് കാര്യം? അങ്ങനെയുണ്ടെങ്കിൽ അത് അവർ തന്നെ ആക്ഷേപിക്കേണ്ടതാണ്. ആക്ഷേപിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായി കേരള പോലീസ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉയർന്നു വന്നത്. അല്ലെങ്കിൽ മുൻകാലത്ത് ഇങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷെ ആരും പരാതി പറയാറില്ല. ഇപ്പോൾ പോലീസുകാർ തന്നെ പരാതി പറയാൻ അവർക്ക് സാധിച്ചത് നിലവിലുള്ള നിയമപ്രകാരം അവരങ്ങനെ ചെയ്യേണ്ടതൊരു ജോലിയിൽ പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് കേരളത്തിലത് നടപ്പാക്കില്ല. ADGP സുധേഷ് കുമാറിന്റെ മകൾ സ്നിഗ്ധ നൽകിയ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഡ്രൈവറായ ഗവാസ്കർ ഹൈക്കോടതിയെ സമീപിച്ചു. ADGPയുടെ മകൾ നൽകിയ പരാതി വ്യാജമാണെന്ന് ഗവാസ്കർ ഹർജിയിൽ പറയുന്നു. തന്നെ മർദ്ദിച്ചെന്നാരോപിച്ച് പരാതി നൽകിയപ്പോൾ കൗണ്ടർ പരാതി എന്ന നിലയ്ക്കാണ് നൽകിയത്. പോലീസ് ചുമത്തിയ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസുകൾ റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഹർജി ഹൈക്കോടതി പിന്നീട് പരിഗണിക്കും. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ADGPയുടെ മകൾ തന്നെ മർദ്ദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഗവാസ്കർ പരാതി നൽകുകയും കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗവാസ്കർക്കെതിരെ ADGPയുടെ മകളും പരാതി നൽകിയത്. പാലക്കാട് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുടെ കാര്യത്തിൽ സുതാര്യതയില്ലാത്ത നടപടിയാണ് റെയിൽവേയുടെ ഭാഗത്തുണ്ടായതെന്ന് മന്ത്രി G. സുധാകരൻ. പദ്ധതി ഉപേക്ഷിക്കാനുള്ള തീരുമാനം കേരളത്തോട് കേന്ദ്രത്തിന്റെ കൊലച്ചതിയാണെന്നും VS അച്യുതാനന്ദൻ സബ്മിഷനിലൂടെ ആരോപിച്ചു. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ തുടർന്നും ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാലാകാലങ്ങളായുള്ള കേരളത്തോടുള്ള റെയിൽവേയുടെ അവഗണന തുടരുകയാണ്. പാലക്കാട് കോച്ച് ഫാക്ടറിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി റെയിൽവേ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സുതാര്യതയില്ലാത്ത നടപടികളാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് VS അച്യുതാനന്ദന്റെ സബ്മിഷന് മറുപടിയായി മന്ത്രി G. സുധാകരൻ അറിയിച്ചു. സർ, കേരളത്തോടുള്ള കേന്ദ്ര പദ്ധതികളുടെ പൊതുവിലുള്ള അവഗണന, റെയിൽവേയുടെ കാര്യത്തിലുള്ള പ്രത്യേക അവഗണന പതിറ്റാണ്ടുകളായി നമ്മൾ വിമർശനം ഉന്നയിക്കുന്ന കാര്യമാണ്. വൻപിച്ച പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുള്ള കാര്യമാണ്. സവേക്കേജിയുടെ നേതൃത്വത്തിൽ തന്നെ 1960കളിൽ നടന്ന പ്രക്ഷോഭങ്ങളൊക്കെ ഇവിടെ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട VS പറഞ്ഞതുപോലെ പാലക്കാട് ശക്തമായ പ്രതിഷേധം, പാലക്കാട് മാത്രമല്ല കേരളമാകെ ഇതിന് പ്രതിഷേധമുണ്ട് എന്നുള്ളതാണ്. കോച്ച് ഫാക്ടറിക്കായുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിക്കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പദ്ധതി ഉപേക്ഷിക്കാനുള്ള തീരുമാനം കേരളത്തോടുള്ള കൊലച്ചതിയാണെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. കേരളത്തിന്റെ ഈ സ്വപ്നമാണ് കേന്ദ്ര സർക്കാർ തല്ലി തകർത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര തീരുമാനം തിരുത്തിച്ച് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാക്കാൻ വേണ്ട ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ വിഭജിക്കാനുള്ള തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് കേന്ദ്രം കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അത്തരം നീക്കത്തെ ഗൗരവമായാണ് കാണുന്നതെന്നും മന്ത്രി G. സുധാകരൻ സഭയെ അറിയിച്ചു. കോഴിക്കോട് തിരുവനന്തപുരം ലൈറ്റ് മെട്രോ ഉപേക്ഷിച്ചിട്ടില്ലെന്നും പുതുക്കിയ രേഖകൾ സെക്രട്ടറി തല സമിതി പരിശോധിച്ചു വരുന്നതായും മുഖ്യമന്ത്രിയും സഭയെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ എല്ലാ കുടുംബാംഗങ്ങളുടെയും ആരോഗ്യസ്ഥിതി പരിശോധിച്ച് വിലയിരുത്താനുള്ള സമഗ്ര പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. കോഴിക്കോട് ലൈറ്റ് മെട്രോ സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ലെന്നും സംസ്ഥാനത്ത് വിവിധ റാങ്കിലുള്ള 387 പോലീസുകാർ ക്രിമിനൽ കേസുകളിൽ പ്രതിയായവരാണെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു.
സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ നയത്തിന്റെ ഭാഗമായി എല്ലാ കുടുംബാംഗങ്ങളുടെയും ആരോഗ്യസ്ഥിതി പരിശോധിച്ച് വിലയിരുത്താനുള്ള സമഗ്ര പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. പകർച്ചവ്യാധികളും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിന്റെ ആരോഗ്യ നയത്തിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ കുടുംബങ്ങളെയും പരിശോധിക്കുകയും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് നല്ല കാര്യമായിരിക്കും. അതിന് പറ്റുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. അത് സർക്കാർ ആലോചിക്കുന്നതാണ്. തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു ലോബി പ്രവർത്തിക്കുന്നുവെന്ന് ആരോഗ്യമന്ത്രി സഭയിൽ പ്രതികരിച്ചു. RCCയിൽ നിന്ന് എയ്ഡ്സ് ബാധിച്ചെന്ന ആരോപണമുണ്ടായി തുടർന്ന് മരണപ്പെട്ട കുട്ടിക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി ശൈലജ ടീച്ചർ പറഞ്ഞു. പക്ഷേ ഇത് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു വിഷയത്തിൽ വീണ്ടും ഈ വിഷയം ചർച്ചക്കെടുക്കണമെന്ന് പറഞ്ഞ് ചില ആളുകൾ ചില മീഡിയകളെ സമീപിക്കുകയും പലരും അത് നിഷേധിച്ചു. RCCയെ തകർക്കുന്നതിന് ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഒരു മീഡിയയിൽ ഇത് സംബന്ധിച്ച് വീണ്ടും ചർച്ച വന്നു. ഇപ്പം അവരത് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു നീക്കം RCCയെ തകർക്കുന്നതിന് ബോധപൂർവമായി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. കോഴിക്കോട് ലൈറ്റ് മെട്രോ സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ലെന്നും പുതിയ പദ്ധതി രേഖ കേന്ദ്രത്തിന്റെ അംഗീകാരത്തിനായി ഉടൻ സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി രേഖാമൂലം സഭയിൽ മറുപടി പറഞ്ഞു. സംസ്ഥാനത്ത് വിവിധ റാങ്കിലുള്ള 387 പോലീസുകാർ ക്രിമിനൽ കേസുകളിൽ പ്രതിയായവരാണെന്നും ഇവർക്കെതിരെ നിയമപ്രകാരമുള്ള നടപടികളും വകുപ്പുതല അച്ചടക്ക നടപടികളും സ്വീകരിച്ചു വരുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. നിയമസഭയിൽ നിന്നും റിനു ശ്രീധർ. PV അൻവറിന്റെ വാട്ടർ തീം പാർക്ക് നിയമവിരുദ്ധമായി കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. PV അൻവർ MLA ആയതുകൊണ്ടാണ് പാർക്കിന്റെ വിവാദം ഉയർന്നതെന്നും കോടിയേരി പ്രതികരിച്ചു. അതൊക്കെ നിയമാനുസൃതമായി പരിശോധിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. നിയമപരമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പരിശോധിച്ച് ചെയ്യും. ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായതല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള സംഭവങ്ങളാണത്. ഇപ്പോൾ അദ്ദേഹം MLA ആയപ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനമെടുക്കുക. പാർട്ടി രജിസ്ട്രേഷൻ സംബന്ധിച്ച അന്തിമ നടപടിക്രമങ്ങൾക്കായി മക്കൾ നീതി മയ്യം നേതാവ് കമലഹാസൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സന്ദർശിച്ചു. പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ 8 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചതായി കമലഹാസൻ പറഞ്ഞു. സുഹൃത്തും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെയും കമലഹാസൻ സന്ദർശിച്ചേക്കും. വെള്ളം തെറിപ്പിച്ചെന്നാരോപിച്ച് ബൈക്ക് യാത്രക്കാരെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 2 പേരെ ചങ്ങനാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പൂവം സ്വദേശികളും സഹോദരന്മാരുമായ വിജിറ്റ് എന്നിവരെയാണ് പിടികൂടിയത്. കേസിൽ 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. വെള്ളിയാഴ്ച ചങ്ങനാശ്ശേരി വഴി ആലപ്പുഴ ബീച്ചിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്ന മുണ്ടക്കയം കൂട്ടിക്കൽ സ്വദേശിയായ ഫൗസാനെയും സുഹൃത്ത് റഫീഖിനെയും 4 അംഗ സംഘമാണ് മർദ്ദിച്ചത്. ബൈക്കിൽ സഞ്ചരിച്ച ഇവർ വെള്ളം തെറിപ്പിച്ചു എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. ചങ്ങനാശ്ശേരി ആലപ്പുഴ AC റോഡിനായിരുന്നു സംഭവം. മർദ്ദനമേറ്റവർ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പൂവം സ്വദേശികളും സഹോദരങ്ങളുമായ വിജിറ്റ് എന്നിവർ പിടിയിലായത്. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലിലാണ് പോലീസ്. പിടിയിലായവർ നിരവധി അടിപിടി കേസുകളിലും പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. ക്രൂരമായ മർദ്ദനത്തിൽ ചെവിക്ക് പരിക്കേറ്റ ഫൗസാൻ ഇപ്പോൾ ചികിത്സയിലാണ്. ഭയം മൂലമാണ് ആദ്യം പരാതി നൽകാതിരുന്നതെന്ന് മർദ്ദനമേറ്റവർ മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഉരുൾപൊട്ടലുണ്ടായ കട്ടിപ്പാറ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന 13 കുടുംബങ്ങളെ ഉടൻ തന്നെ വാടക വീട്ടിലേക്ക് മാറ്റും. കൂടുതൽ വിവരങ്ങളുമായി മേഘ മാധവൻ ചേരുന്നു. മേഘ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി തന്നെയാണ് ഇത്തരമൊരു തീരുമാനവും സർക്കാർ കൈക്കൊള്ളുന്നത്. എന്തൊക്കെയാണ് ജില്ലാ കളക്ടർ അറിയിച്ചത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ജിംഷാദ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടിപ്പാറയിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഇവിടെ നിലവിൽ 26ഓളം കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസമുണ്ടായ ദുരന്തത്തിൽ 6 കുടുംബങ്ങൾക്കാണ് വീടുകൾ പൂർണ്ണമായും നഷ്ടമായത്. 7ഓളം കുടുംബങ്ങൾക്ക് വീടുകളിൽ പ്രവേശിക്കാനാകാത്ത വിധം തന്നെ വീടുകളുടെ വഴികളൊക്കെ തന്നെ മൂടിയ അവസ്ഥ കൂടിയാണ് ഉള്ളത്. ഇത്തരത്തിൽ 13 കുടുംബങ്ങളാണ് ഏറ്റവും കൂടുതൽ ദുരിതം ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നത്. ഇവരെയാണ് താൽക്കാലികമായി ഒരു വാടക വീട്ടിലേക്ക് മാറ്റാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. കളക്ടറാണ് ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇവരെ ഉടൻ തന്നെ താമരശ്ശേരി ഭാഗത്തുള്ള വാടക വീട്ടിലേക്ക് മാറ്റും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 300
300ഓളം പേരാണ് 145ഓളം കുടുംബങ്ങളിലായി 300ഓളം പേര് 3ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഈ കട്ടിപ്പാറ പ്രദേശത്ത് കഴിയുന്നുണ്ട്. പക്ഷേ ഇവരുടെ വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട ആളുകളല്ല കൂടുതൽ ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ തന്നെ ഇവിടെ റവന്യൂ വകുപ്പും ഒപ്പം തന്നെ ജിയോളജി വകുപ്പും ഒക്കെ തന്നെയും ഈ പ്രദേശങ്ങൾ പരിശോധന നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി ജനവാസയോഗ്യമാണോ ഇത്തരത്തിലുള്ള ഇടങ്ങൾ എന്ന് പരിശോധിക്കുകയുണ്ടായി. അത്തരത്തിൽ വീടുകളിൽ താമസിക്കാൻ കഴിയുന്ന ആളുകൾക്ക് പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് വീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ കൂടി തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ ആളുകൾക്ക് തന്നെ തങ്ങൾ താമസിച്ച വീടുകൾ പരിശോധിച്ചതിന് ശേഷം ഇവർക്ക് താമസിക്കാൻ കഴിയും എന്നത് ബോധ്യപ്പെട്ടാൽ ഇവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് സ്വന്തം വീടുകളിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം കൂടി കൈക്കൊണ്ടിട്ടുണ്ട്. വീടുകൾ പൂർണ്ണമായും ഈ ദുരന്തത്തിൽ അകപ്പെട്ട നശിച്ച ആളുകളെയാണ് ഇപ്പോൾ വാടക വീട്ടിലേക്ക് മാറ്റാൻ വലിയൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. കാരണം പൂർണ്ണമായും വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾ വളരെ വേദനയിലും ദുരിതത്തിലുമാണ് ഇവിടെ കഴിയുന്നത്. അവരെയാണ് ഇപ്പോൾ വാടക വീട്ടിലേക്ക് മാറ്റാൻ ഒരു തീരുമാനം കലക്ടർ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഇവിടെ 3ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ആളുകൾ കഴിയുന്നുണ്ട്. ഇവരെയൊക്കെ തന്നെയും സ്കൂളിന്റെ പ്രവർത്തനത്തെ കൂടി ബാധിക്കുന്ന തരത്തിലാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. സ്കൂളുകളിൽ നിന്നും താൽക്കാലികമായി ഇവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഇവരെ വീടുകളിലേക്കും മറ്റും മാറ്റുന്ന തരത്തിലേക്കുള്ള നടപടികളിലേക്ക് നീങ്ങുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ വലിയ തരത്തിലുള്ള പാറകൾ ഇനിയും പൊട്ടാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന പലയിടങ്ങളും ജിയോളജി വകുപ്പ് ഇന്നലെ സന്ദർശനം നടത്തുകയുണ്ടായി. അവിടേക്കൊന്നും തന്നെയും ആളുകളെ കൊണ്ടുപോകുന്നില്ല. അവർക്കൊക്കെ തന്നെയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കൃത്യമായൊരു ഇടം നൽകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. അജിംഷാദ്. ശരി, മേഘ മാധവനാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് സമഗ്രമായി. MA ബേബി ഇന്നലെ നടന്ന മത്സരങ്ങൾ വിലയിരുത്തുന്നു. രണ്ടേ 1 സെനഗൽ ജയിച്ചു. സെനഗൽ അഭിനന്ദനം അർഹിക്കുന്നു. അതേസമയം പോളണ്ടിൻ്റെ പ്രതിരോധ പിഴവുകൾ കൊണ്ടുകൂടിയാണ് ഈ 2 ഗോളുകൾ സെനഗലിന് അടിക്കാൻ കഴിഞ്ഞത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. സെനഗലിൻ്റെ ആദ്യത്തെ ഗോള് പോളണ്ടിൻ്റെ പ്രതിരോധ നിരക്കാരൻ്റെ കാലിൽ തട്ടിയാണ് അകത്ത് കയറിയത്. അതുകൊണ്ട് അതിനെ ഒരു ഓൺ ഗോൾ എന്ന് പറയാമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരു പകുതി ഓൺ ഗോളാണ് എന്ന് പറയാം. രണ്ടാമത്തേത് പുറകിലേക്ക് നീട്ടിയടിച്ച് കൊടുത്ത ഒരു പന്ത്, പോളണ്ടുകാരൻ തന്നെ അടിച്ചു കൊടുത്ത പന്ത്, അത് പോളണ്ടിൻ്റെ പ്രതിരോധ നിരയെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് തട്ടിക്കയറാനും ഗോളി മുന്നിലായിപ്പോയി. ഗോളി ഇല്ലാത്ത പോസ്റ്റിലേക്ക് സെനഗലിന് രണ്ടാമത്തെ ഗോള് അടിച്ചു കയറ്റാൻ കഴിഞ്ഞു എന്ന് നമുക്ക് കാണാം. അതിനു മുമ്പ് നടന്ന കളി ജപ്പാനും ഒരു പ്രധാന ലാറ്റിൻ അമേരിക്കൻ ശക്തിയായ കൊളംബിയയും തമ്മിലായിരുന്നു. ആ റോഡ്രിഗോസ് കളിച്ച കൊളംബിയ ജപ്പാന്റെ മുമ്പിൽ നിഷ്പ്രഭമാകുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. ഒരു ഗോള് തിരിച്ചടിച്ചു, പക്ഷേ 2 ഗോളുകൾ ജപ്പാൻ അടിച്ചു. പക്ഷേ ഈ കളിയെ സംബന്ധിച്ച് ഒരു വിമർശനം ഉന്നയിക്കാതിരിക്കാൻ നിർവാഹമില്ല. കളി തുടങ്ങി 4ാമത്തെ മിനിറ്റിൽ ജപ്പാന് അനുകൂലമായ ഒരു പെനാൽറ്റി റഫറി നൽകി. ആ പെനാൽറ്റി നൽകിയത് തികച്ചും ന്യായമാണ്. കാര്യം പന്ത് കയ്യിലടിച്ചു. പക്ഷെ പെനാൽറ്റി നൽകുന്നതിന് പുറമേ ആ കളിക്കാരന് ചുവപ്പ് കാർഡ് കൊടുത്ത് പുറത്തയക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ ബോധപൂർവമായ ഹാൻഡ്ബോൾ ആയിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ വളരെ വൈകാരികമായി റഫറി പ്രതികരിച്ചുകൊണ്ട് 2 ശിക്ഷ, പെനാൽറ്റിയും ചുവപ്പ് കാർഡും ഒരുമിച്ച് കാണിച്ച ഒട്ടും ന്യായീകരിക്കാൻ കഴിയാത്ത വൈകാരികമായൊരു പ്രതികരണമാണ് റഫറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഫേസ്ബുക്കിൽ വധഭീഷണി മുഴക്കിയ RSS അനുഭാവി കൃഷ്ണകുമാർ നായരെ നാളെ ദില്ലി പാട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കും. അബുദാബിയിൽ നിന്നും ദില്ലിയിലെത്തിയ കൃഷ്ണകുമാറിനെ വ്യാഴാഴ്ച ദില്ലി പോലീസ് പിടികൂടിയിരുന്നു. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം തിഹാർ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. കേരള പോലീസ് പുറത്തിറക്കിയ ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൃഷ്ണകുമാറിനെ പിടികൂടിയത്. വായനയുടെ ലോകത്തേക്ക് ഒരു തലമുറയെ കൈപിടിച്ചുയർത്താനൊരുങ്ങി തൃത്താല. വായനാ ദിനത്തിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വായനാ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സാംസ്കാരിക നവോത്ഥാന നായകരുടെ മണ്ണിൽ വായനയുടെ ലോകം പുതുതലമുറയ്ക്ക് മുന്നിൽ തുറന്നുവെക്കാനും ജനകീയ കൂട്ടായ്മകൾ വളർത്തിയെടുക്കാനും ലക്ഷ്യമിട്ടാണ് വായനാഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിലെ 7 പഞ്ചായത്തുകളെയും കോർത്തിണക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്.
എഴുത്തുകാരൻ ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ശരീരത്തിനല്ല മനസ്സിന് വാചീകരണം നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ കെട്ടകാലത്ത് ഇതിൽ പരം പുണ്യം നൽകുന്ന മറ്റൊരു പ്രവൃത്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളുടെയൊക്കെ മനസ്സ് അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മനസ്സിനെ ചികിത്സിച്ച് നേർവഴിയിലെത്തിക്കുവാനാണ് നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് ശ്രമിക്കുന്നത്. പഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളിലും 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തി ഗ്രൂപ്പുകൾ രൂപീകരിച്ച് 10,000 രൂപയുടെ പുസ്തകങ്ങൾ നൽകും. ഗ്രൂപ്പ് അംഗങ്ങൾ വായിച്ചു തീർന്ന ശേഷം തൊട്ടടുത്ത ഗ്രൂപ്പുകളുമായി പുസ്തകം കൈമാറ്റം ചെയ്യും. ഇതിലൂടെ എല്ലാ വീടുകളിലും പുസ്തകങ്ങൾ എത്തിക്കും. ഇങ്ങനെ ഒരു വർഷത്തിനകം പുസ്തകങ്ങളെല്ലാം വായിച്ചു തീർത്ത ശേഷം ലൈബ്രറി കൗൺസിൽ അംഗീകാരമുള്ള വായനശാലകൾക്ക് പുസ്തകം കൈമാറുന്നതാണ് പദ്ധതി. സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വായനാഗ്രാമത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജിയോ VPL ഫിനാൻസ് 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി നടി സുഹാസിനിയെ പ്രഖ്യാപിച്ചു. ഗോൾഡ് ലോൺ, വെഹിക്കിൾ ലോൺ, ഫോറിൻ കറൻസി എക്സ്ചേഞ്ച്, ട്രാവൽ ഏജൻസി തുടങ്ങിയ നിരവധി ബിസിനസ് സംരംഭങ്ങൾക്കുള്ള ജിയോ ഗ്രൂപ്പ് ഓൺലൈൻ ഗോൾഡ് ലോൺ, ഭവന വായ്പ എന്നിവയിലേക്ക് കടക്കുന്നതായും ചെയർമാൻ KG ലോറൻസ് പറഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ 1 ലക്ഷത്തോളം ഉപഭോക്താക്കളെയാണ് ലക്ഷ്യം വെക്കുന്നത്. 55 ബ്രാഞ്ചുകളുള്ള കമ്പനി കേരളത്തിലും തമിഴ്നാട്ടിലും 1 വർഷത്തിനുള്ളിൽ 80ഓളം ബ്രാഞ്ചുകൾ ആരംഭിക്കും. തുടക്കത്തിൽ 3 ലക്ഷം വരെയുള്ള ഭവന വായ്പകളാണ് നൽകുകയെന്ന് ജനറൽ മാനേജർ ഡയറക്ടർ വിവേക് പറഞ്ഞു.